ഹായ്. ഓക്കെ, അപ്പോൾ ഇത് ഈ ക്യാമറയിലെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ബിക്കോസ് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനിയിപ്പം മേഘന ബിരിയാണി കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ മേഘന ബിരിയാണി കഴിക്കാൻ ചാൻസ് ഇല്ല. കാര്യം വിശക്കുന്നില്ല. രാവിലെ വിശന്നപ്പോൾ പുട്ടും കടലയും കഴിച്ചു. ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്തെന്ന് അറിയത്തില്ല. ഇവിടെ ചെന്നിട്ട് നമുക്ക് വേറെ പ്ലാൻസ് ഒന്നുമില്ല. ഞങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ മേഘന ബിരിയാണി കഴിക്കാതെ ഇങ്ങനെ പോവും. ആ ഒരു കൺഫ്യൂഷനിലാണ്. നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. ഓക്കെ, അത് നമ്മൾ ഇറങ്ങാൻ പോവാ. ബൈ. ഇവിടെ ഗൈസ് ഇപ്പം ഉച്ചയ്ക്ക് ഇവിടെ ഇപ്പം ഉച്ചയ്ക്ക് കറക്റ്റ് 12 മണിയാണ്. പക്ഷേ ഒട്ടും വെയിലില്ല. ഞങ്ങൾ ഇവിടെ അടുത്ത് മേഘന ബിരിയാണി, അപ്പം അത് കഴിക്കാൻ പോവാം. പക്ഷേ വെയിലില്ലാത്തത് കൊണ്ട് നടക്കാം. ഒരു 450 മീറ്ററേ ഉള്ളൂ. രാവിലെ പുട്ട് കഴിച്ചത് അത്രയെങ്കിലും നടന്നാൽ ദഹിക്കും എന്ന് വിചാരിക്കുന്നു. പാമ്പ് കിടക്കുന്നുണ്ട്. താങ്ക് യു ഗൈസ്. ഞങ്ങൾക്ക് മേഘന ബിരിയാണി കിട്ടും. ഞങ്ങൾ മേഘന ബിരിയാണി കഴിക്കാൻ പോവാം. മേഘന ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എരിവുണ്ടെന്ന് പറയുന്ന കേൾക്കാം. എന്തുവാണെന്ന് അങ്ങനെയുണ്ട്. ഹൈദരാബാദി ബിരിയാണിയുടെ ഹൈദരാബാദി ബിരിയാണിയുടെ ഒരു കൊള്ളാം. നമുക്ക് വിശക്കാതിരുന്ന് കഴിച്ചിട്ടും കൊള്ളാം. ചിക്കൻ നല്ല ഡിഫറൻസ് ഉണ്ട്. കോളിഫ്ലവർ പോലും ഇത് തോന്നില്ല. നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ കൈ കഴുകാൻ വെച്ചതാണെന്നാണ് തോന്നുന്നത്. നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോവുകയാണ്. നല്ല ലൈറ്റിംഗ് ഇല്ലേ, നല്ല ലൈറ്റ്. കടയ്ക്കകത്തിലിരിക്കുന്ന പശു. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എത്തി. സാധനം വാങ്ങിക്കാൻ നടക്കുക. പക്ഷെ എന്ത് വാങ്ങിക്കണമെന്ന് അറിയത്തില്ല. ബിക്കോസ് എനിക്ക് ബസ്സുണ്ട് 3 മണിക്ക്. ഇപ്പം 2:30 ആകുമ്പം ഇവിടുന്ന് ഇറങ്ങണം. ഇങ്ങനെ ഡ്രസ് ഒക്കെ നോക്കി നടക്കുവാണ്. പക്ഷെ ഒന്നും കിട്ടുന്നില്ല. സൈസ് റെഡിയല്ല. ഡ്രസ് കിട്ടിയോ? ബാഗ് കിട്ടിയോ? എന്തൊക്കെയോ കിട്ടി. ഒന്നും കിട്ടിയില്ല ഗൈസ്, ഒന്നും കിട്ടിയില്ല. ചെരുപ്പ് കടയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയും ഏതോ ജാമ്പവൻ്റെ കളറുടെ കുറേ ചെരുപ്പും കളക്ഷൻ. ബൈ. ടാറ്റാ. അങ്ങനെ ബാംഗ്ലൂർ ട്രിപ്പ് കഴിഞ്ഞു. തിരിച്ചു പോവുക. ഞാൻ ചെന്നൈയിലോട്ടാണ് പോകുന്നത്. ആസു ആണ് ഇപ്പം ടാറ്റാണത്. അവൾ കേരളം തിരിച്ച് നാട്ടിലോട്ട് പോകും, കൊച്ചിയിൽ. അപ്പം കേരളം നിടയ്ക്കാൻ പറയുന്നല്ലേ. അവൾ കൊച്ചിയിലോട്ട് പോകും. അപ്പം അവളുടെ ട്രെയിൻ എപ്പോഴാണ്? 4:30-ക്കാണ്. അപ്പോൾ അവൾ കുറച്ച് നേരം കൂടെ അവിടെ നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. കാര്യമൊന്നും വാങ്ങിച്ചിട്ടില്ല. എനിക്ക് പിന്നെ പെട്ടെന്ന് പോകേണ്ടത് കൊണ്ട് അവളങ്ങനെ 4:30 ആകുമ്പോഴത്തേക്ക് പോകുന്ന പോലെ അവിടെ ഇറങ്ങും. ഞാനങ്ങനെ ഇറങ്ങി. നല്ല ട്രിപ്പായിരുന്നു. ബസ്സിലാണ് പോകുന്നത്. ഞാൻ ആക്ച്വലി ട്രെയിൻ ബുക്ക് ചെയ്തായിരുന്നേ. 3:15-നാണ് ട്രെയിൻ ബുക്ക് ചെയ്തത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് സിറ്റിംഗ് വിത്തൗട്ട് AC, സാധാരണ സെക്കൻഡ് സിറ്റിംഗ് ഉണ്ടല്ലോ, CC അല്ല, അതാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അതിൽ ചൂടെടുത്ത് ഈ സമയത്ത് അവിടെ വരെ പോകുന്നത്
ചെയ്തു, ബസ് ബുക്ക് ചെയ്തു. അപ്പം ഇനിയിപ്പം ബസ്സിന് പോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ലാസ്റ്റ് ബസ് കിട്ടി ഓടി വന്നിട്ട് ഒരു കറക്റ്റ് 3 മണിക്ക് ബസ് എടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് വന്നു വെള്ളം വാങ്ങിച്ച്. പക്ഷെ ഒരു 3 മണിക്ക് ബസ് എടുത്തില്ല. ഇനിയിപ്പം ചെന്നൈ പോന്നു. പിന്നെന്താ, പിന്നൊന്നുമില്ല. അങ്ങനെ ബാംഗ്ലൂർ ട്രിപ്പ് കഴിഞ്ഞു. ഈ ബസ് അത്ര ഗുഡല്ല. ബസ് അതിനി ഈ ടൈം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഇവർക്ക് ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു കേർട്ടൻ പോലെ വരുമല്ലോ, അതില്ല ഇതിന്. ഇനി ഈ സമയത്ത് ഞാനാണെങ്കിൽ ഇങ്ങനെ ക്ഷീണിച്ച് പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇവരാണ് ബസ് കറക്റ്റ് ടൈമിൽ എടുക്കും ഇവിടെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ചേച്ചിയുടെ ബസ് എന്ത് ചെയ്യും. ടെൻഷൻ അടിക്കാനുള്ള എനർജി ഇല്ല, അതുകൊണ്ട് ടെൻഷൻ അടിച്ചില്ല. ഓക്കെ അത്രേ ഉള്ളൂ. 6 മണിക്കൂർ എടുക്കും എത്താമെന്നാണ് പറയുന്നത്. രാത്രി 10 മണിയാവും. പിന്നെ അവിടെ ചെന്നിട്ട് ഊബർ ഇടണം. അങ്ങനെ അതാണ് പ്ലാൻസ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം ശരിക്കും. ഓക്കെ. ഈ ബസ്സിൽ പോകുമ്പോൾ ഇഷ്ടമല്ലാത്ത ഒരേ ഒരു കാര്യം എന്താണെന്നറിയാമോ? കാണിച്ചു തരാമേ. ഇവിടെ ഒരു ഗ്യാപ്പ്, പിന്നെ പറയുകയേ വേണ്ട, ഫുൾ ഗ്യാപ്പ്. അതെനിക്കിഷ്ടമേ അല്ല ഗ്യാപ്പ്. ഒരു ബുദ്ധിമുട്ടൊന്നും ആലോചിച്ച് നോക്കി. വെട്ടം എനിക്കിങ്ങനെ സൈഡിൽ കൂടെ വരുന്ന ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമില്ല. പിന്നെന്താ, ഇനിയിപ്പോൾ കണ്ടോണം എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറയാം. കുറേ നേരം ഇതേപോലെ ഞാൻ ഫോൺ നോക്കിയിരിക്കും. കാര്യം ശനിയും ഞായറും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. എന്നുവെച്ചാൽ 2-3 വീഡിയോസ് കാണാറുണ്ട് ഹോട്ട്സ്റ്റാറിലൊക്കെ. സീരിയലൊന്നുമല്ല കേട്ടോ. അപ്പോൾ അത് ഇന്നത്തെ കണ്ടില്ല. അത് തന്നെ കണ്ടു കഴിയുമ്പോൾ 4 മണിക്കൂറാവും, പിന്നെ 2 മണിക്കൂർ. നോക്കട്ടെ, ഉറക്കം വരുവാണെങ്കിൽ ഉറങ്ങാം. അതുവരെ അത് കാണാം. ഒരു ഉറക്കം കഴിഞ്ഞ് എണ്ണീറ്റപ്പോഴത്തേക്ക് നേരെ ഒരു കോഫി ബ്രേക്കിന് നിർത്തി. അപ്പോൾ ഞാനൊരു കോഫി പറഞ്ഞിട്ടുണ്ട്, വാഴയ്ക്കാബിച്ച്. ഭയങ്കര ചൂടാണ്, പറഞ്ഞിട്ടുണ്ടാക്കൊണ്ട് വന്നു. ഇത് പക്ഷെ മൊത്തം എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇത് പാഴ്സലെടുക്കണം. കൊള്ളാം. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ചെന്നൈ എത്തി. പിന്നെ അവിടെ ഇറങ്ങിയിട്ട് എനിക്ക് ഊബർ ഇടണം. ഊബർ ഇട്ട് ഞാൻ നേരെ എൻ്റെ വീട്ടിൽ പോകും. ഓക്കെ. അങ്ങനെ ഊബറിൽ കയറിയപ്പോൾ വീടെത്തും.